സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഹാജരായില്ലെങ്കിൽ മാതാപിതാക്കളെ SMS വഴി വിവരമറിയിക്കുന്ന സംവിധാനം ജില്ലയിലെ പല സ്കൂളുകളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുവാൻ ജില്ലാ ഭരണകൂടം ഒരുങ്ങുമ്പോൾ ഈ സംവിധാനം മാസങ്ങൾക്ക് മുമ്പേ വിജയകരമായി നടപ്പാക്കിയത് പക്ഷേ പുറം ലോകം അധികമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് SMS മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ സാജൻ പാപ്പച്ചനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഹാജരായില്ലെങ്കിൽ മാതാപിതാക്കളെ SMS വഴി വിവരമറിയിക്കുന്ന സംവിധാനം ജില്ലയിലെ പല സ്കൂളുകളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ ഈ പദ്ധതി നേരത്തെ തന്നെ നടപ്പിലാക്കി വിജയിച്ച ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലുണ്ട്. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് SMS മാനേജ്മെന്റ് സിസ്റ്റം എന്ന പേരിൽ ഈ പദ്ധതി നടപ്പിലാക്കിയത്. 2015 ജൂൺ 26 ഈ പദ്ധതി റാന്നി DFO S ജനാർദ്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതി നടപ്പിലാക്കിയത് പക്ഷേ ബന്ധപ്പെട്ടവർ കാണാതെ പോയെന്നു മാത്രം. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും രക്ഷാകർത്താക്കളുമായി അധ്യാപകർക്ക് ബന്ധപ്പെടുന്നതിനും അതുവഴി വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ യഥാസമയം അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും ചർച്ച ചെയ്ത് വിദ്യാർത്ഥിയെ കൂടുതൽ കരുതലോടെ നോക്കുവാൻ സ്കൂൾ അധികൃതർക്കും വീട്ടുകാർക്കും കഴിയുന്ന ഈ പദ്ധതി നടപ്പാക്കിയത് റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കമ്പ്യൂട്ടർ വിദഗ്ധൻ കൂടിയായ സാജൻ പാപ്പച്ചനാണ്. ഈ സംവിധാനം വഴി വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ രക്ഷാകർത്താക്കൾക്ക് അറിയുവാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. വെബ് ആപ്ലിക്കേഷനിലൂടെയാണ് റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ സാജൻ പാപ്പച്ചൻ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജില്ലയിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന സമാനമായ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലാണ്. ഈ ആപ്ലിക്കേഷനിൽ 1000 SMS സൌജന്യമാണെന്ന് ലോജിക് സ്പേസ് ടെക്നോളജീസ് എന്ന സ്ഥാപനം അവകാശപ്പെടുമ്പോൾ വെബ് ആപ്ലിക്കേഷനിൽ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്കൂൾ അധികൃതർക്കും രക്ഷാകർത്താക്കൾക്കും ഈ സംവിധാനത്തിലൂടെ നിരവധി സേവനങ്ങളാണ് ലഭ്യമാക്കുകയെന്നും സാജൻ പാപ്പച്ചൻ പറഞ്ഞു. ഒരു കുട്ടി സ്കൂളിൽ എത്താത്ത ദിവസം, സ്കൂളിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടി സ്കൂളിൽ എത്താത്ത ദിവസം അത് പേരന്റ് ഒരു ഇൻഫർമേഷനായി കിട്ടിയാൽ തന്റെ കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല, സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരം രക്ഷാകർത്താക്കൾക്ക് അറിയാൻ സാധിക്കുന്നു. ഈ കുട്ടി ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ വിവരം മാതാപിതാക്കൾ അറിയാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് സിസ്റ്റമായിരുന്നു ഞങ്ങളുടെ SMS മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഇതായിരുന്നു നമ്മൾ രൂപകൽപ്പന ചെയ്ത. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്കൂളുകൾക്ക് കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാനും സ്കൂളുകൾക്ക് ഗ്രൂപ്പ് തിരിക്കാനും ഇപ്പോൾ NCC, NSS പോലുള്ള ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾക്ക് സ്കൂളിൽ വൈകുന്നേരം സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും കുറേ നേരം കൂടെ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് ആ കുട്ടികളുടെ പേരൻസിന് മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ സാധ്യമാണ് ഞങ്ങളുടെ ഈ ആപ്ലിക്കേഷനിൽ. ഇതാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷനെ വേറിട്ട് നിർത്തുന്നത്. അതായത് ഈ ഗ്രൂപ്പിംഗ് സംവിധാനം, പേരൻസുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടൽ, പിന്നെ മാത്രമല്ല അതിലെല്ലാം ഉപരി മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ആൾക്ക് ഈ SMS മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ആളുകളെ റിസോഴ്സ് പേഴ്സൺസിനെ വിട്ടുകൊടുത്ത് സ്കൂളുകൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ സ്കൂളുകളിൽ സോഷ്യൽ മീഡിയ എന്താണ്, സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എന്താണ്, വാട്സ്ആപ്പ് എന്താണ്, Google+ എന്താണ്, യൂട്യൂബ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അത് ലോഗിൻ, എന്തൊക്കെ തരം ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളത്, എന്തൊക്കെയാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ, ഇതിനൊക്കെ എങ്ങനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പേരന്റിംഗ് പ്രൊട്ടക്ഷൻ എങ്ങനെ ഇതൊക്കെ നൽകാം തുടങ്ങിയ അവയർനെസ് നമ്മുടെ സാധാരണക്കാരായ അപ്പനും അമ്മയ്ക്കും നൽകാൻ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്കൂളുകൾക്ക് ഇങ്ങനൊരു ക്യാമ്പയിൻ ആവശ്യമുണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ഞങ്ങൾ ആ സ്കൂളുകളിൽ പോയി അവർക്ക് ആവശ്യമായ അവരുടെ പേരൻസിന് കുട്ടികളുടെ പേരൻസിന് ആവശ്യമായ അവയർനെസ് ക്ലാസുകൾ കൊടുക്കാനും ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. ലാംസ് IT സൊല്യൂഷൻസ് എന്ന സ്ഥാപനം പത്തനംതിട്ടയിൽ നടത്തുകയാണ് സാജൻ പാപ്പച്ചൻ. ഈ രണ്ട് പദ്ധതികളും സ്കൂളുകൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല.